നമസ്കാരം സാക്ഷി ടിവിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കണ്ണമ്പാറ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പാറക്കോറിയുടെ ജീവനക്കാർ ഇന്നലെ പരിസര പ്രദേശത്തുള്ള സ്ത്രീകളെ അതിക്രമിക്കാൻ ശ്രമിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അത് ശ്രമം നടന്നു എന്ന ആരോപണം ഉയർത്തിക്കൊണ്ട് കോറി ഗുണ്ടായിസം അവസാനിപ്പിക്കുക, സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമം നടത്തിയ ഗുണ്ടകളെ അറസ്റ്റ് ചെയ്യുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് പാറക്കോറി വിരുദ്ധ സമരസമിതിയുടെ നേതൃത്വത്തിൽ പോരേടം കിണറ്റുമുക്ക് ജംഗ്ഷനിൽ നിന്നും പോരേടം ഗണപതി നട വരെയുള്ള പ്രതിഷേധ പ്രകടനത്തിൻ്റെ തത്സമയ സംപ്രേഷണത്തിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഹാർദവമായ സ്വാഗതം. İnkılap zindabad, İnkılap zindabad, İnkılap zindabad, İnkılap zindabad, Reşe Praganam zindabad, Reşe Praganam zindabad, Reşe Praganam zindabad, Reşe Praganam zindabad. Kori Mafia Gunda Sangh, Kori Mafia Gunda Sangh, Kori Mafia Gunda Sangh, Kori Mafia Gunda Sangh. Bharana Saudiyude İnkılap zindabad, İnkılap zindabad, Reşe Praganam zindabad, Reşe Praganam zindabad, Reşe Praganam zindabad, Reşe Praganam zindabad. Kori Mafia Gunda അവസാനിപ്പിക്കുക, Kori Mafia Gunda അവസാനിപ്പിക്കുക, Kori Mafia Gunda അവസാനിപ്പിക്കുക. സ്ത്രീകളെ അധിക്ഷേപിച്ച ഗുണ്ടകളെ അറസ്റ്റ് ചെയ്യുക, സ്ത്രീകളെ അധിക്ഷേപിച്ച ഗുണ്ടകളെ അറസ്റ്റ് ചെയ്യുക. പോലീസ് നീതി പാലിക്കുക. ഇൻക്ലാബ് സിന്ദാബാദ്, പ്രതിഷേധ പ്രകടനം സിന്ദാബാദ്, പ്രതിഷേധ പ്രകടനം സിന്ദാബാദ്. പ്രതിഷേധം 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 നിങ്ങളറിഞ്ഞോ നാട്ടുകാരെ, നിങ്ങളറിഞ്ഞോ നാട്ടുകാരെ, നിങ്ങളറിഞ്ഞോ നാട്ടുകാരെ. Kori Mafia ഗുണ്ടകൾ തെരുവിളിക്കും അപമാനിച്ചും, തെരുവിളിക്കും അപമാനിച്ചും നാട്ടുകാരെ ഭീഷണിപ്പെടുത്തിയും, നാട്ടുകാരെ ഭീഷണിപ്പെടുത്തിയും പിന്മാറ്റാമെന്ന് നോക്കണ്ട, പിന്നാറാമെന്ന് നോക്കണ്ട. ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, Reşe Praganam zindabad, Reşe Praganam zindabad, Reşe Praganam zindabad, Reşe Praganam zindabad. Kori Mafia ഗുണ്ടകളെ അവസാനിപ്പിക്കുക, Kori Mafia ഗുണ്ടകളെ അവസാനിപ്പിക്കുക, Kori Mafia ഗുണ്ടകളെ അവസാനിപ്പിക്കുക. Reşe Praganam zindabad, Reşe Praganam zindabad, കണ്ണമ്പാറ പൗരസഭ സിന്ദാബാദ്. സ്ത്രീകളെ അധിക്ഷേപിച്ച ഗുണ്ടകളെ അറസ്റ്റ് ചെയ്യുക, സ്ത്രീകളെ അധിക്ഷേപിച്ച ഗുണ്ടകളെ അറസ്റ്റ് ചെയ്യുക, സ്ത്രീകളെ അധിക്ഷേപിച്ച ഗുണ്ടകളെ അറസ്റ്റ് ചെയ്യുക, സ്ത്രീകളെ അധിക്ഷേപിച്ച ഗുണ്ടകളെ അറസ്റ്റ് ചെയ്യുക. പോലീസ് നീതി പാലിക്കുക, പോലീസ് നീതി പാലിക്കുക, പോലീസ് നീതി പാലിക്കുക. പാറമുതലാളിമാരുടെ നിയമലംഘനം അവസാനിപ്പിക്കുക, പാറമുതലാളിമാരുടെ നിയമലംഘനം അവസാനിപ്പിക്കുക, പാറമുതലാളിമാരുടെ നിയമലംഘനം അവസാനിപ്പിക്കുക. ഇൻക്ലാബ് സിന്ദാബാദ്, Reşe Praganam സിന്ദാബാദ്, Reşe Praganam സിന്ദാബാദ്, കണ്ണമ്പാറ പൗരസഭ സിന്ദാബാദ്. നിങ്ങളറിഞ്ഞോ നാട്ടുകാരെ, നിങ്ങളറിഞ്ഞോ നാട്ടുകാരെ. കണ്ണമ്പാറ പ്രദേശത്ത് സ്ത്രീകളെയും കുട്ടികളെയും, സ്ത്രീകളെയും കുട്ടികളെയും, സ്ത്രീകളെയും കുട്ടികളെയും ഒറ്റുകൊടുത്ത ഭരണസമിതി, ഒറ്റുകൊടുത്ത ഭരണസമിതി. Kori Mafia ഗുണ്ടകളെ അവസാനിപ്പിക്കുക, Kori Mafia ഗുണ്ടകളെ അവസാനിപ്പിക്കുക, Kori Mafia ഗുണ്ടകളെ അവസാനിപ്പിക്കുക.
പോലീസ് നീതി പാലിക്കുക. ഭാരമുതലാളിമാരുടെ നിയമലംഘനം അവസാനിപ്പിക്കുക. സമാധാന ജീവിതം ഉറപ്പുവരുത്തുക. സമാധാന ജീവിതം ഉറപ്പുവരുത്തുക. അനധികൃത പാരവേല അവസാനിപ്പിക്കുക. അനധികൃത അവസാനിപ്പിക്കുക. കണ്ണമ്പാറ നിവാസികളുടെ പ്രതിഷേധം. ഇൻക്ലാബ് സിന്ദാബാദ്. ഇൻക്ലാബ് സിന്ദാബാദ്. ഇൻക്ലാബ് സിന്ദാബാദ്. പ്രതിഷേധം 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 പ്രതിഷേധം. നിങ്ങളറിഞ്ഞോ നാട്ടുകാരെ, നിങ്ങളറിഞ്ഞോ നാട്ടുകാരെ. കണ്ണമ്പാറ പാറക്കോറി വിരുദ്ധ സമരസമിതിയുടെ നേതൃത്വത്തിൽ കണ്ണമ്പാറ നിവാസികളും ചേർന്ന് നടത്തുന്ന പ്രതിഷേധ പ്രകടനത്തിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് സാക്ഷി ടിവിയുടെ പ്രേക്ഷകർക്കായി ഞങ്ങൾ തത്സമയം സംപ്രേഷണം ചെയ്യുന്നത്. നൗഷാദോട് വിളിച്ചോട്. നൗഷാദേ സമാധാന ജീവിതം ഉറപ്പുവരുത്തുക. ഓരോ അവസാനിപ്പിക്കുക. ഓരോ അവസാനിപ്പിക്കുക. അധിക പാലക്കോളം അവസാനിപ്പിക്കുക. അധിക പാലക്കോളം അവസാനിപ്പിക്കുക. സിന്ദാബാദ് 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 സിന്ദാബാദ്. പോലീസ് നീതിപാലിക്കുക. പോലീസ് നീതിപാലിക്കുക. സിന്ദാബാദ് 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 സിന്ദാബാദ്. സിന്ദാബാദ് സിന്ദാബാദ്.
കണ്ണമ്പാറ പാറക്കുറി വിരുദ്ധ സമരസമിതിയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധമാണ് ഒരേടം കിഴറ്റുമുക്ക് ജംഗ്ഷനിൽ ആരംഭിച്ച് ഗണപതി നട ജംഗ്ഷനിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാരും വിളിക്കേ മൗനയാതെ എല്ലാരും വിളിക്കാൻ അവനെ അല്ലാതെ മൗനയായിട്ട് എന്തിനാ വിളിക്കുക നിങ്ങൾ രണ്ടുപേരും വിളിച്ചിരുന്നതായി സിന്ദാബാദ് 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 മൂന്ന് പേരെ വിളിക്കുന്നത് സിന്ദാബാദ് 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 അവസാനിപ്പിക്കുക അറസ്റ്റ് ചെയ്യുക. പോലീസ് നീതി പാലിക്കുക. പോലീസ് നീതി പാലിക്കുക. പോലീസ് നീതി പാലിക്കുക. പോലീസ് നീതി പാലിക്കുക. നിയമലംഘനം അവസാനിപ്പിക്കുക. ഭാരമുതലാളിമാരുടെ നിയമലംഘനങ്ങൾ അവസാനിപ്പിക്കുക. ഭാരമുതലാളിമാരുടെ നിയമലംഘനം അവസാനിപ്പിക്കുക. ഭാരമുതലാളിമാരുടെ നിയമലംഘനങ്ങൾ അവസാനിപ്പിക്കുക. സമാധാന ജീവിതം ഉറപ്പുവരുത്തുക. സമാധാന ജീവിതം ഉറപ്പുവരുത്തുക. സമാധാന ജീവിതം ഉറപ്പുവരുത്തുക. സമാധാന ജീവിതം ഉറപ്പുവരുത്തുക. പ്രതിഷേധ പ്രകടനം സിന്ദാബാദ്. പ്രതിഷേധ പ്രകടനം സിന്ദാബാദ്. പ്രതിഷേധ പ്രകടനം സിന്ദാബാദ്. പ്രതിഷേധ പ്രകടനം സിന്ദാബാദ്. അനധികൃത പാറഖനനം അവസാനിപ്പിക്കുക. അനധികൃത പാറഖനനം അവസാനിപ്പിക്കുക. അനധികൃത പാറഖനനം അവസാനിപ്പിക്കുക. അനധികൃത പാറഖനനം അവസാനിപ്പിക്കുക. സിന്ദാബാദ് 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 പ്രതിഷേധ പ്രകടനം സിന്ദാബാദ്. പ്രതിഷേധ പ്രകടനം സിന്ദാബാദ്. പ്രതിഷേധ പ്രകടനം സിന്ദാബാദ്. പ്രതിഷേധ പ്രകടനം സിന്ദാബാദ്. പൈപ്പ് കമ്പനിക്ക് വേണ്ടി ഈ കാറ്റിൽ നമ്മുടെ ആനകളാണ് കുട്ടികൾക്ക് പിടിക്കാൻ പറഞ്ഞു. ഇത് മൗനിയാതെ ആയിപ്പോയി. പോലീസ് അവസാനിപ്പിക്കുക. പോലീസ് അവസാനിപ്പിക്കുക. സിന്ദാബാദ് 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 പോലീസ് നീതി പാലിക്കുക. പോലീസ് നീതി പാലിക്കുക. പോലീസ് നീതി പാലിക്കുക. പോലീസ് നീതി പാലിക്കുക. സിന്ദാബാദ് 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 സിന്ദാബാദ്
അനധികൃത ഉറപ്പാക്കുക. അനധികൃത പാലകരണം അവസാനിപ്പിക്കുക. അനധികൃത പാലകരണം അവസാനിപ്പിക്കുക. ആരും വിളിക്കുന്നില്ലല്ലോ. ഇൻക്ലാബ് സിന്ദാബാദ്. ഇൻക്ലാബ് സിന്ദാബാദ്. ഇൻക്ലാബ് സിന്ദാബാദ്. പ്രതിഷേധം 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 പ്രതിഷേധം. നിങ്ങളറിഞ്ഞോ നാട്ടുകാരെ, നിങ്ങളറിഞ്ഞോ നാട്ടുകാരെ, ഓരി മാഫിയ ഗുണ്ടകൾ, ഓരി മാഫിയ ഗുണ്ടകൾ കണ്ണമ്പാറ ജനങ്ങളെ, കണ്ണമ്പാറ ജനങ്ങളെ ഭീഷണിപ്പെടുത്തി അപമാനിച്ചു, ഭീഷണിപ്പെടുത്തി അപമാനിച്ചു. ഇല്ല, ഞങ്ങൾ സമ്മതിക്കില്ല. ശക്തമായി പ്രതിഷേധിക്കും, ശക്തമായി പ്രതിഷേധിക്കും, പ്രതിഷേധിക്കും, പ്രതികരിക്കും, പ്രതിഷേധിക്കും, പ്രതികരിക്കും, പ്രതികരിക്കൂ, പ്രതികരിക്കൂ. നാട്ടുകാരെ കൂട്ടരെ, നാട്ടുകാരെ കൂട്ടരെ. സിന്ദാബാദ്, സിന്ദാബാദ്. പ്രജാഭവന സിന്ദാബാദ്, പ്രജാഭവന സിന്ദാബാദ്, പ്രജാഭവന സിന്ദാബാദ്, പ്രജാഭവന സിന്ദാബാദ്. നിങ്ങളറിഞ്ഞോ നാട്ടുകാരെ, നിങ്ങളറിഞ്ഞോ നാട്ടുകാരെ, നിങ്ങളറിഞ്ഞോ നാട്ടുകാരെ, നിങ്ങളറിഞ്ഞോ നാട്ടുകാരെ. ഓരി മാഫിയ ഗുണ്ടകൾ, ഓരി മാഫിയ ഗുണ്ടകൾ, ഓരി മാഫിയ ഗുണ്ടകൾ, ഓരി മാഫിയ ഗുണ്ടകൾ. കണ്ണമ്പാറ ജനങ്ങളെ, കണ്ണമ്പാറ ജനങ്ങളെ, കണ്ണമ്പാറ ജനങ്ങളെ, കണ്ണമ്പാറ ജനങ്ങളെ ഭീഷണിപ്പെടുത്തി അപമാനിച്ചു, ഭീഷണിപ്പെടുത്തി അപമാനിച്ചു. ഇല്ല, ഞങ്ങൾ സമ്മതിക്കില്ല. ഇല്ല, ഞങ്ങൾ സമ്മതിക്കില്ല. ഇല്ല, ഞങ്ങൾ സമ്മതിക്കില്ല. പ്രതിഷേധിക്കും, പ്രതിഷേധിക്കും, ശക്തമായി പ്രതിഷേധിക്കുന്നു. പ്രതിഷേധിക്കുക, പ്രതികരിക്കുക, 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 പ്രതികരിക്കുക. നാട്ടുകാരെ സോദരരെ, ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, വിജയസമരം സിന്ദാബാദ്, വിജയപ്രകടനം സിന്ദാബാദ്, പൗരസമിതി സിന്ദാബാദ്, പൗരസമിതി സിന്ദാബാദ്. ഇല്ല, ഞങ്ങൾ അനുവദിക്കില്ല. ഇല്ല, ഞങ്ങൾ അനുവദിക്കില്ല. ഇല്ല, ഞങ്ങൾ അനുവദിക്കില്ല. നിങ്ങളറിഞ്ഞോ നാട്ടുകാരെ, നിങ്ങളറിഞ്ഞോ നാട്ടുകാരെ, ഓരി മാഫിയ ഗുണ്ടകൾ, ഓരി മാഫിയ ഗുണ്ടകൾ കണ്ണമ്പാറ ജനങ്ങളെ, കണ്ണമ്പാറ ജനങ്ങളെ ഭീഷണിപ്പെടുത്തി അപമാനിച്ചു, ഭീഷണിപ്പെടുത്തി അപമാനിച്ചു. ഇല്ല, ഞങ്ങൾ സമ്മതിക്കില്ല. ഇല്ല, ഞങ്ങൾ സമ്മതിക്കില്ല. ശക്തമായി പ്രതിഷേധിക്കും, ശക്തമായി പ്രതിഷേധിക്കും. മരണം വരെയും പോരാടും, മരണം വരെയും പോരാടും. പ്രതികരിക്കുക, 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 പ്രതികരിക്കുക. നാട്ടുകാരെ സോദരരെ, നാട്ടുകാരെ സോദരരെ, ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, വിജയസമരം സിന്ദാബാദ്, വിജയസമരം സിന്ദാബാദ്, പൗരസമിതി സിന്ദാബാദ്. നിങ്ങളറിഞ്ഞോ നാട്ടുകാരെ, നിങ്ങളറിഞ്ഞോ നാട്ടുകാരെ, ഓരി മാഫിയ ഗുണ്ടകൾ, ഓരി മാഫിയ ഗുണ്ടകൾ കണ്ണമ്പാറ ജനങ്ങളെ, കണ്ണമ്പാറ ജനങ്ങളെ ഭീഷണിപ്പെടുത്തി അപമാനിച്ചു, ഭീഷണിപ്പെടുത്തി അപമാനിച്ചു. ഇല്ല, ഞങ്ങൾ സമ്മതിക്കില്ല. ഇല്ല, ഞങ്ങൾ സമ്മതിക്കില്ല.
ശക്തമായി പ്രതിഷേധിക്കും. ശക്തമായി പ്രതിഷേധിക്കും. മരം വഴി പോരാടും. മരം വഴി പോരാടും. പ്രതികരിക്കുക, 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 പ്രതികരിക്കുക നാട്ടുകാരെ, പ്രതികരിക്കുക നാട്ടുകാരെ. ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, 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 കോൺഗ്രസ് സമിതി സിന്ദാബാദ്, കോൺഗ്രസ് സമിതി സിന്ദാബാദ്. നിങ്ങളറിഞ്ഞോ നാട്ടുകാരെ, കോറി മാഫിയ ഗുണ്ടകൾ, കോറി മാഫിയ ഗുണ്ടകൾ, കണ്ണമ്പാറ ജനങ്ങളെ, കണ്ണമ്പാറ ജനങ്ങളെ ഭീഷണിപ്പെടുത്തി അപമാനിച്ചു, ഭീഷണിപ്പെടുത്തി അപമാനിച്ചു. ഇല്ല, ഞങ്ങൾ സമ്മതിക്കില്ല, ഇല്ല, ഞങ്ങൾ സമ്മതിക്കില്ല. ശക്തമായി പ്രതിഷേധിക്കും, ശക്തമായി പ്രതിഷേധിക്കും, പരമ്പരയും പ്രതിഷേധിക്കും, പരമ്പരയും പ്രതിഷേധിക്കും. പ്രതിഷേധിക്കുക, പ്രതികരിക്കുക, പ്രതിഷേധിക്കുക, പ്രതികരിക്കുക, പ്രതികരിക്കുക നാട്ടുകാരെ, പ്രതികരിക്കുക നാട്ടുകാരെ, പ്രതികരിക്കുക നാട്ടുകാരെ. ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, പ്രജാപ്രകടന സിന്ദാബാദ്, പ്രജാപ്രകടന സിന്ദാബാദ്, പൗരസമിതി സിന്ദാബാദ്, പൗരസമിതി സിന്ദാബാദ്. നിങ്ങളറിഞ്ഞോ നാട്ടുകാരെ, നിങ്ങളറിഞ്ഞോ സമ്മതിക്കില്ല, ഇല്ല, ശക്തമായി പ്രതിഷേധിക്കും, ശക്തമായി പ്രതിഷേധിക്കും, മരണം വരെയും പോരാടും. പ്രതിഷേധിക്കുക, പ്രതികരിക്കുക, പ്രതിഷേധിക്കുക, പ്രതികരിക്കുക, പ്രതികരിക്കുക നാട്ടുകാരെ. ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, പ്രജാപ്രകടന സിന്ദാബാദ്, പ്രജാപ്രകടന സിന്ദാബാദ്, പ്രജാപ്രകടന സിന്ദാബാദ്. പ്രിയമുള്ള കോറി വിരുദ്ധ സമിതിയുടെ പ്രവർത്തകരെ, ബഹുമാനീയരായ നാട്ടുകാരെ, കണ്ണമ്പാറ പോരേടം കോറി വിരുദ്ധ സമിതിയുടെ നേതൃത്വത്തിൽ അടിയന്തരമായി ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധ പ്രകടനം സംഘടിപ്പിക്കേണ്ടതിന്റെ സാഹചര്യത്തെ സംബന്ധിച്ച് ഇന്നലെ രാവിലെ, അതായത് നമുക്കറിയാം കണ്ണമ്പാറയിൽ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നാറ്റ് ഇൻഡസ്ട്രീസ് എന്ന അനധികൃത കോറി ലൈസൻസ് മാത്രമേ ഉള്ളൂ, അതിന്റെ പ്രവർത്തനങ്ങളെല്ലാം അനധികൃതമാണ്. നമുക്കറിയാം ഈ ഒരു കോറി പ്രവർത്തിച്ചാൽ അത് നേരം പുലർന്നതിന് ശേഷം 6 മണിക്ക് ശേഷം മാത്രമാണ് അത് പ്രവർത്തിക്കാൻ പാടുള്ളൂ എന്നുള്ള പ്രത്യേക നിയമമുണ്ട്. ഈ നിയമങ്ങളെല്ലാം പബ്ലിക് പൊതുജനം കാണുന്ന രീതിയിൽ പ്രദർശിപ്പിക്കണമെന്നുണ്ട്. ഇപ്പോൾ അവിടെ പ്രദർശിപ്പിക്കുന്ന ബോർഡ് എന്ന് പറഞ്ഞാൽ അവരുടെ ഓഫീസിന് തൊട്ടുമുന്നിലാണ്. ഇന്നലെ ആ 4 മണി മുതൽ ഏകദേശം 25-നും 50-നും ഇവിടെ ടോറസുകൾ ആ കണ്ണമ്പാറ മുതൽ വെട്ടക്കാട്ടോളം വരെയുള്ള ഭാഗങ്ങളിൽ നിരന്നു കിടക്കുകയാണ്. നമുക്കറിയാം അവിടെ പരിമിതമായ സാഹചര്യങ്ങളിൽ കുറെ കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. വളരെ ഈ റോഡിനോട് ചേർന്ന് സ്ത്രീകൾ മാത്രമുള്ള, സ്ത്രീകളാണ് ഏറെ കൂടുതൽ, ഒരു കുടുംബം അവിടെ താമസിക്കുന്നുണ്ട്. ആ കുടുംബത്തിലെ ഒരു സ്ത്രീ 6 മണിയോടുകൂടി അവരെ ഈ പൊടി എങ്ങനെ ഇവരെ വണ്ടി സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുക, സ്റ്റാർട്ട് ചെയ്ത് ഈ പൊടി ആ വീട്ടിലേക്ക് പൊടി അടിച്ചു കയറുന്നു. അപ്പൊ ഒരു വീട്ടമ്മ, വളരെ പ്രായം നിന്ന ഒരു വീട്ടമ്മ ഇറങ്ങി വന്ന് പറഞ്ഞു, ആ ഡ്രൈവറോട് പറഞ്ഞു, ഇത് നിങ്ങൾ അല്പം ഈ വണ്ടി സ്റ്റാർട്ട് ഓഫ് ചെയ്ത് തരണം, ഇത് പൊടി വീട്ടിനകത്ത് കയറുകയാണ് എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴായി ഈ കോറി മാഫിയയുടെ ഒരു പ്രതിനിധി, ഒരു ഗുണ്ട ഈ സ്ത്രീയെ വളരെ അധിക്ഷേപിക്കുകയും ഈ വീട്ടിലേക്ക് കടന്നു കയറുകയും ഇതിനെ ചെറുക്കാൻ നിന്ന സ്ത്രീകളെയും അവിടുത്തെ ഗൃഹനാഥനെയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു. ഇത് കണ്ട് കോറി വിരുദ്ധ സമിതിയുടെ പ്രധാന പ്രവർത്തകരായ ശ്രീ അച്ചൻകുഞ്ഞും ശ്രീ രാധാകൃഷ്ണനും ഓടിച്ചെല്ലുന്നു. ഓടിച്ചെന്നതിന് ശേഷം ഉണ്ടായ കാര്യങ്ങൾ നിങ്ങൾ കണ്ടതാണ്, സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ്. ഇതിനെ പ്രതിരോധിക്കാൻ പാടില്ല, സ്ത്രീകളുമാണെന്ന് പറഞ്ഞപ്പോൾ ഈ ഗുണ്ട വളരെ നികൃഷ്ടമായ, കേട്ടാൽ അറപ്പുളവാക്കുന്ന ഭാഷയിൽ ഇവരെ തെറിവിളിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ്. ഇങ്ങനെ ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. നിയമലംഘനങ്ങളെ ചോദ്യം ചെയ്താൽ ഇത്തരത്തിൽ നിരവധി ഗുണ്ടകളുടെ കടന്നാക്രമണങ്ങൾക്ക് പലപ്പോഴും വിധേയമായിട്ടുള്ള ഒരു ജനതയാണ് അവിടെ താമസിക്കുന്നത്. അപ്പൊ ഇത് പ്രതിഷേധിച്ചുകൊണ്ട് ഇതിനെ ഞങ്ങൾ അടിയന്തരമായി ഞങ്ങൾ ഇടപെട്ടു.
ഇന്നലെ തന്നെ ഈ വീട്ടമ്മയുടെ നേതൃത്വത്തിൽ ചടയമംഗല പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തു. അപ്പോഴവിടെ SHO ഇല്ലായിരുന്നു, ബന്ധപ്പെട്ട പോലീസ് സബ് ഇൻസ്പെക്ടറോട് ഇല്ലായിരുന്നു. രസീത് വാങ്ങി പിന്നെ ഉടൻ തന്നെ അവിടെ ഇരുന്ന ഇൻചാർജ് ഇവിടെ ഉദ്യോഗസ്ഥ എന്നിട്ട് അവിടെ ഇരുന്നുകൊണ്ട് ഞങ്ങൾ തീരുമാനിച്ചു. എന്നിട്ട് SHO വിളിച്ചു, അദ്ദേഹം ഫോൺ എടുത്തില്ല. സ്റ്റേഷൻ ചുമതലയുള്ള അദ്ദേഹത്തെ SI വിളിച്ചു, അദ്ദേഹം പട്രോളിംഗിലാണ്. അദ്ദേഹം പറഞ്ഞു ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്, അന്വേഷിക്കാം, കേസെടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഇന്ന് ഈ സംഭവം നടന്ന് 48 മണിക്കൂർ കഴിഞ്ഞിട്ട് പോലും ഒരു തയ്യാറായിട്ട് സംഘടിപ്പിച്ച ഒരു പ്രതിഷേധ പ്രകടനമാണ്. ഈ ഗുണ്ടയ്ക്കെതിരെ, ഈ ഗുണ്ട ഒരു ഗുണ്ടയല്ല, ഈ നാട്ടുകാരായ ചില ഗുണ്ടകളുണ്ട്. ഈ കോറി മാഫിയയുടെ എച്ചിൽ വാങ്ങി നിന്നുകൊണ്ട് നാട്ടുകാരെ വിഭജിപ്പിക്കുകയും മറ്റു ചില സ്വാധീനങ്ങൾക്ക് വിഷമതരാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഗുണ്ടകളെ നിലയ്ക്ക് നിർത്താൻ പോലീസ് തയ്യാറായില്ലെങ്കിൽ ഇന്ന് ഈ നൂറുകണക്കിനുള്ള ഈ വീട്ടന്മാരെ ഈ പരിതമായ 10 മടങ്ങ് ആൾക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉൾപ്പെടെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കാൻ കോറി വിരുദ്ധ സമിതി തയ്യാറാകും എന്നാണ് ഇത്തരത്തിൽ നമുക്ക് പറയാനുള്ളത്. ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവം, നിയമലംഘനങ്ങളാണ്. നമുക്കറിയാം, നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടാണ് ഈ എൻവയോൺമെന്റ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് EC അനുസരിച്ച് ഇവിടെ 372 മെട്രിക് ടൺ, അതായത് 10 ടണ്ണിന്റെ 37 ലോറിയാണ് പോകേണ്ടത്. ഇന്നലെ കണക്ക് ഈ പോരടം ഗ്രൂപ്പിലൂടെയും കണ്ണമ്പാറ ഗ്രൂപ്പിലൂടെയും നിങ്ങൾ കണ്ടിട്ടുണ്ട്, 1100 ടണ്ണാണ് ഇന്നലെ പോയത്. അനധികൃതമായി ഇങ്ങനെ പാറ അസമയത്ത് ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഏകദേശം ടോറസുകൾ ഇങ്ങനെ വന്ന് കയറ്റിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇത് ചോദ്യം ചെയ്താൽ, ആ പ്രദേശത്ത് ജീവിക്കാൻ നിർവാഹമില്ലാതെ ചോദ്യം ചെയ്താൽ അവരെ ഇങ്ങനെ ഗുണ്ടകളെ കൊണ്ട് ഭീഷണിപ്പെടുത്തുന്ന ഈ പ്രവണത അവസാനിപ്പിച്ചില്ലെങ്കിൽ, ഈ ഗുണ്ടയ്ക്കെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ, പോലീസ് അധികാരികൾ ഇന്ന് തയ്യാറായില്ലെങ്കിൽ ഇത് ശക്തമായ ഭാഷയിൽ പറയുന്നു, ഇത് നാട്ടുകാരെ ഒന്നടങ്കം സംഘടിപ്പിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ വീണ്ടും തയ്യാറാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ യോഗത്തെ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനീയനായ പഞ്ചായത്ത് അംഗത്തെ നസീം അമ്പലത്തിനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട ഈ പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്ത പൗരസമിതിയുടെ കണ്ണമ്പാറ കോറി വിരുദ്ധ സമിതിയുടെ പ്രവർത്തകരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, നമുക്കറിയാം ഇന്നിങ്ങനെ അടിയന്തരമായി ഒരു പ്രതിഷേധ പ്രകടനം നടത്തേണ്ടി വന്ന സാഹചര്യത്തിലൂടെ പ്രധാനമന്ത്രി സാർ പറയുന്നുണ്ടായി. നമ്മൾ നാടിനെ നശിപ്പിക്കണം എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടുകൂടി ഇവിടെ പുനർനിർമ്മിക്കുന്ന കോറി മാഫിയ പലതരത്തിലുള്ള ഭീഷണികളെല്ലാം അതിജീവിച്ചുകൊണ്ട് നമ്മൾ അതിനെതിരെ സമരം നടത്തുമ്പോൾ നമ്മൾ കായികമായിട്ട് നേരിട്ട് കളയാമെന്നുള്ള വ്യാമോഹത്തോടുകൂടി ഈ പള്ളികളിലും സമയ പ്രദേശങ്ങളിലുള്ള ഗുണ്ടകളെ കളിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ ഈ കോറി മാഫിയ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് സംഭവിച്ചപ്പറ്റി രമണി സാറോട് പറയുകയുണ്ടായി. ഞങ്ങൾക്കൊന്നവരോട് പറയാനുള്ളൂ, ഞങ്ങളുടെ നാട്ടിൽ വന്ന് വരുത്തന്മാരാരും ഇവിടെ വന്ന് ആളാവരുത് എന്ന് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാൻ ഒരു കാര്യം പറയാനുള്ളത്. ഇവിടെ വന്ന് ഞങ്ങളുടെ നാട്ടിൽ വന്ന് ഞങ്ങളെ ഭീഷണിപ്പെടുത്താൻ ഒരുത്തന്മാരും ഇങ്ങോട്ട് ഈ പോരയുടെ മണ്ണിലോട്ട് വരണ്ട എന്ന് ഞങ്ങൾ ഉറക്കെ പറയുകയാണ്. അതിന് ചൂട്ടുപിടിക്കുന്നതിനും കുറവിടിക്കുന്നതിനും വേണ്ടി നമ്മുടെ ഈ കോറിയുടെ പണം പറ്റുന്ന അല്ലെങ്കിൽ അതിന്റെ അവകാശങ്ങൾ പറ്റുന്ന ജോലിയിൽ ആണെങ്കിൽ കൂടി ഇപ്പൊ ഞങ്ങൾക്ക് പല കാര്യങ്ങൾ മനസ്സിലായി. ഇവിടുത്തെ INTUC പോലുള്ള അല്ലെങ്കിൽ CITU, AITC, STU പോലുള്ള സംഘടനകളുടെ തൊഴിലാളികൾ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞങ്ങളിവിടെ കണ്ടത് മനസ്സിലാക്കിയത് ഈ കോറിക്കാരുടെക്കാളും വലിയ ഒരു ആവേശമാണ് ഈ കോറി നിലനിർത്തുന്നതിന് വേണ്ടി ഈ തൊഴിലാളികൾ ഇവിടെ കാണിക്കുന്നത്, ഈ സംഘടനകൾ ഇവിടെ കാണിക്കുന്നത്. നമ്മുടെ നാട് നശിപ്പിച്ചിട്ട് വേണം നമുക്ക് നന്നാകാൻ എന്ന് നമ്മൾ ആലോചിക്കണം. വരും തലമുറ നമ്മളെയൊക്കെ തന്തയ്ക്ക് വിളിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അന്ന് നിങ്ങളെല്ലാം കേട്ടിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. ഈ നാട് വളരെ സ്വച്ഛമായ സുന്ദരമായ സമാധാനപരമായി ജീവിച്ചിരുന്ന പ്രകൃതി സുന്ദരമായ കണ്ണമ്പാറ പ്രദേശം ഒരു ശ്മശാന ഭൂമിയാക്കി മാറ്റി വേണോ നമുക്ക് ഈ നാട്ടിന്റെ വികസനം കൊണ്ടുവരാൻ എന്നുള്ളത് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളും ഇവിടുത്തെ ഈ കോറി മാഫിയയ്ക്ക് വേണ്ടി അനുകൂലിക്കുന്നവരും അവരുടെ എച്ചൽ കഷണം തിന്നുന്ന ആൾക്കാരുമൊക്കെ ചിന്തിക്കണമെന്നാണ് എനിക്ക് കൂടെ പറയാനുള്ളത്. അപ്പോൾ ഇവിടെ തുച്ഛമായ ജോലി തൊഴിലാളികൾക്ക് കിട്ടുമെന്നുള്ള ഒരു ന്യായം പറഞ്ഞുകൊണ്ടാണ് ഞാനൊന്ന് ചോദിച്ചത്. ഞങ്ങൾ ഇത്രയും കാലം ഇവിടെ ജോലി ജീവിച്ചത്, ഇവിടെ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ ഇത്രയും കാലം പാറക്കോറിയുടെ ജോലി കൊണ്ടാണോ ജീവിച്ചത്? നമ്മൾ ആലോചിക്കണം. പാറക്കോറിക്കാരുടെ തൊഴിലിന്റെ എടുത്തിട്ടാണോ നമ്മൾ ജീവിച്ചത്? നമ്മൾ എന്തെല്ലാം ജോലി ചെയ്താണ് നമ്മളിവിടെ ജീവിച്ചത്? ടാപ്പിഞ്ഞ് പോലുള്ള എന്തെല്ലാം ജോലികൾ എടുത്തിട്ടാണ് നമ്മൾ ജീവിച്ചത്? ഇവരുടെ നമ്മളെ നാടിനെ നശിപ്പിക്കുന്ന നമ്മളിപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഇപ്പോൾ ഇവിടെ ഒരു കോറി മാത്രമേ വന്നിട്ടുള്ളൂ. വളരെ ചെറിയ ഏരിയയിൽ പ്രവർത്തിക്കുന്ന നാത്ത് ഇൻഡസ്ട്രീസ് എന്ന പേരിലുള്ള ഒരു കോറി മാത്രമാണ് ഇപ്പോൾ ഇവിടെ പ്രവർത്തിക്കുന്നത്. ഇതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് ഏതാണ്ട് 5-ൽ പരം കോറികൾ
നമ്മുടെ മുത്തൂറ്റ് തോട്ടം എന്ന് പറയുന്ന ആ തോട്ടത്തെ കാർന്ന് തിന്നുന്നതിന് വേണ്ടി അല്ലെങ്കിൽ സായിപ്പിന്റെ തോട്ടത്തിലുള്ള പാറകളെ അടിച്ചു മാറ്റി ലക്ഷങ്ങളും കോടികളും സമ്പാദിക്കുന്നതിന് വേണ്ടി ഇവിടെ അണിയറയിൽ പ്രവർത്തിക്കുകയാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് എന്നെ ബാധിക്കുന്ന വിഷയമല്ല, ഇത് എന്നെ വീട്ടുകാരെ ബാധിക്കുന്ന വിഷയമല്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട് നാളെ നരകമായി മാറുന്ന ഒരവസ്ഥ ഉണ്ടാകുമെന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ഇതിനു വേണ്ടി പരോക്ഷമായോ പ്രത്യക്ഷമായോ ഇതിനെ അനുകൂലിക്കാൻ. ഈ വരുന്ന അത് നിയമലംഘനങ്ങളുടെ ഒരു കൂമ്പാരത്തിലാണ് ഈ കോറി ഇവിടെ പ്രവർത്തിക്കുന്നത്. എൻവയൺമെന്റ് സർട്ടിഫിക്കറ്റ്, പൊല്യൂഷൻ കൺട്രോളിന്റെ സർട്ടിഫിക്കറ്റ്, മൈനിങ്ങിന്റെ സർട്ടിഫിക്കറ്റ്, എക്സ്പ്ലോഷന്റെ സർട്ടിഫിക്കറ്റ് ഇതെല്ലാം വാങ്ങിക്കൊണ്ട് ഓരോ അനുമതി പത്രങ്ങളും വാങ്ങുമ്പോൾ അതിനുള്ള വ്യവസ്ഥകളെല്ലാം ലംഘിച്ചുകൊണ്ടാണ് ഇവിടെ ഈ പാറക്കോറി പ്രവർത്തിക്കുന്നത്. റമദി സാർ ഇവിടെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഒരു ദിവസം 10 ടണ്ണുള്ള 10 ലോറികളോ 10 ലോറികൾക്ക് മാത്രം ലോഡ് കൊണ്ടുപോകാൻ സാഹചര്യമുള്ളപ്പോൾ ഇന്നലെ ഇവിടെ നിന്ന് കയറ്റിക്കൊണ്ടുപോയത് ഏതാണ്ട് 110 ലോഡ് പാറയാണ് ഇവിടുന്ന് കടത്തിക്കൊണ്ടുപോയത്. ഈ 110 പാസുകളാണ് ഇവിടെ വിതരണം ചെയ്തിട്ടുള്ളത്. ഇത് എല്ലാം ഓൺലൈനിലായതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും അതിന്റെ കണക്കിലെടുക്കാൻ കഴിയുന്ന ഒരവസ്ഥയാണെന്നുള്ളത്. ഈ 110 ലോഡ് പാസിന് പോകുമ്പോൾ എത്ര ലോഡാണ് അല്ലാതെ പോകുന്നത് എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കണം. നമ്മളെ നാടിനെ നശിപ്പിക്കുന്ന ഈ കോറി മാഫിയെ ഈ നാട്ടിൽ നിന്ന് തുരത്തേണ്ടതുണ്ട്. അതിനെതിരെ സമാധാനപരമായ സമരങ്ങളാണ് ഈ പാറ വിരുദ്ധ സമിതി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ സമരത്തെ അക്രമത്തിലൂടെയും ഭീഷണിയിലൂടെയും തല്ലിക്കെടുക്കാമെന്നാണ് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അത് നടക്കില്ല എന്ന് ഞങ്ങൾ ഉറപ്പിച്ച് നിങ്ങൾക്ക് മുന്നറിയിപ്പ് തരാൻ അറിയുകയാണ്. ഈ കോറി ഇനി ഞങ്ങളൊരു കാര്യം ഉദ്ദേശിച്ചിട്ടുണ്ട്. ഞങ്ങൾ അധികാരികളെ ഈ കാര്യങ്ങളെല്ലാം ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഇത് അവസാനിപ്പിക്കുന്ന ശ്രമങ്ങളാണ് ഇത്രയും കാലം നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ ഞങ്ങൾ വ്യക്തമായി പറയുകയാണ്, ഏത് തരത്തിലുള്ള നിയമലംഘനങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാലും ആ നിയമലംഘനങ്ങളെ ഞങ്ങൾ തുറന്നെതിർക്കും. ആ നിയമലംഘനങ്ങൾക്ക് എതിരെ ഞങ്ങൾ ശക്തമായ സമരപരിപാടികൾ ഉണ്ടാവും. വണ്ടി തടയൽ പോലുള്ള സമര പരിപാടികൾ ഞങ്ങൾ ഇറങ്ങിയ നിലയ്ക്ക്. അതുകൊണ്ട് കോരക്കാര് ഓരോരുത്തർ വന്നിട്ട് ആളാകാൻ നോക്കണ്ട. അതുപോലെ തന്നെ എവിടെ നിന്നുമുള്ള ആൾക്കാരെ വിട്ട് ഞങ്ങളെ ഭീഷണിപ്പെടുത്തി ഇവിടെ ഞങ്ങളെ മണ്ടയിൽ കയറി നിരകാമെന്നാരും കരുതണ്ട. ഇതിന് മുന്നറിയിപ്പായിട്ട് മാത്രമാണ് ഇന്നിങ്ങനെ ഒരു ശക്തമായ പ്രതിഷേധം നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതൊരു മുന്നറിയിപ്പായിട്ട് കണക്കാക്കി പ്രവർത്തിച്ചാൽ കോരക്കാർക്ക് കൊള്ളാം. അതുപോലെ തന്നെ പോലീസിനോട് ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ട്. ഞങ്ങൾ കൊടുക്കുന്ന പരാതികൾ കള്ളപ്പരാതികളല്ല. ഞങ്ങളുടെ വിഷമം കൊണ്ട് ഞങ്ങൾക്ക് അനുഭവിച്ച പീഡനങ്ങൾക്കാണ് ഞങ്ങൾ പരാതി എടുത്തത്. ആ പരാതികൾ യഥാസമയം അന്വേഷിച്ച് അതിനുള്ള പരിഹാരം ഉണ്ടാക്കണമെന്ന് ഞങ്ങൾ വ്യക്തമായി ഞങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഈ സമരത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. ഈ ധർണയ്ക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് സമരസമിതിയുടെ കൺവീനർ ജിഷാദ് സംസാരിക്കും. ഇന്നലെ ഇവിടെ നടന്ന സംഭവങ്ങളെ കുറിച്ചെല്ലാം മന്ത്രിസാറും സംഭവത്തിൽ നമ്മുടെ വാർഡ് മെമ്പറും ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഈ പരിപാടി ഇവിടെ നിന്ന് ഒന്നിച്ചുകൊണ്ടിരിക്കുന്ന ഗണപതി നഗര നിവാസികളെ കുറിച്ചാണ്. എന്ത് പ്രശ്നം ഇവിടെ നടന്നു കഴിഞ്ഞാലും ഞങ്ങളെയൊന്നും ബാധിക്കില്ല എന്ന് പറഞ്ഞ് ഈ കടകളിലൊക്കെ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന അവരോട് പറയുവാനുള്ളത്, ഇത് നമ്മളെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമല്ല, ഈ നാടിനെ മുഴുവൻ ബാധിക്കുന്ന ഒരു വിഷയം ആണെന്ന് നിങ്ങളെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഈ 5-6 കോടികൾ ഈ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ എല്ലാവരെയും അത് ബാധിക്കും എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഈ പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുക്കുവാൻ എത്തിച്ചേർന്ന മുഴുവൻ കണ്ണമ്പാറ, കോരയിടം, കല്ലടക്കണ്ടി നിവാസികളെയും ഈ പ്രതിഷേധ പ്രകടനത്തിന്റെ പേരിൽ നന്ദി അറിയിച്ചുകൊള്ളും. ഈ പ്രതിഷേധ യോഗവും പ്രകടനവും ഇവിടെ പൂർണ്ണമാകുന്നു. ഇവർക്കും നന്ദി, നമസ്കാരം. എല്ലാ കാര്യങ്ങളും അറിയിക്കുന്നുണ്ട്.